ലൈഫിൽ ബൗണ്ടറി കീപ്പ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. വളരെ ഇമ്പോർട്ടൻ്റ്, വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. കാരണം നമ്മൾ എത്രത്തോളം ആരോഗ്യപരമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളെ ബോഡിക്ക് മോശമാകുന്നുള്ളൊരു ഭക്ഷണം, അത് പഴകിയ ഭക്ഷണം ആയിക്കോട്ടെ, അല്ലെ അതിലെന്തെങ്കിലും ഒരു വിഷം എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കും, എന്തോ ആയിക്കോട്ടെ, ആ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ ബോഡി സിക്കാവുന്നത് നമുക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യില്ല, ആ ഭക്ഷണം കഴിക്കില്ല. കാരണം നമുക്കറിയാതെ കഴിച്ചു കഴിഞ്ഞാൽ നാളെ നമുക്ക് ഭയങ്കര ബോഡിക്ക് പ്രശ്നം വരും. അതേ ഇമ്പോർട്ടൻസ്, അതായത് ഭക്ഷണം വേണ്ടാന്ന് നമ്മൾ തീരുമാനിക്കുന്നുണ്ടല്ലോ ആരോഗ്യത്തിന് പ്രശ്നമാണെന്ന് അറിഞ്ഞിട്ടുള്ള അതേ ഇമ്പോർട്ടൻസ് നമ്മൾ നമ്മുടെ മാനസികാരോഗ്യത്തിന് നൽകണം. അതായത് നമ്മൾ ശാരീരികമായിട്ട് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ, അത് കഴിച്ചു കഴിഞ്ഞാൽ മോശമാണെന്ന് മനസ്സിലാക്കുന്നുണ്ടോ, അതുപോലെ തന്നെ ഇന്നേ വ്യക്തി അല്ലെ ഇന്നേ സാഹചര്യത്തിൽ ഞാൻ ഇടപെട്ട് കഴിഞ്ഞാൽ, അല്ലെ ഇന്നേ വ്യക്തിക്ക് ഇത്ര സ്വാതന്ത്ര്യം കൊടുത്തു കഴിഞ്ഞാൽ അതെൻ്റെ മാനസികാരോഗ്യത്തിനെ ബാധിക്കുന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ അവിടെ ബൗണ്ടറി വരയ്ക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. ആ ബൗണ്ടറി നമ്മൾ വരച്ചില്ലെങ്കിൽ നമ്മൾ മെൻ്റലി സിക്കാവും, ഇല്ലേ? നമ്മൾ ഫിസിക്കലി സിക്കാവുന്ന പോലെ തന്നെ മെൻ്റലി സിക്കാവും. എന്തിനാ അങ്ങനെ ഒരു സിറ്റുവേഷൻ കൊടുത്തിട്ട് സ്വയം നമ്മൾ വേദനിക്കേണ്ട ആവശ്യം എന്താ? അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ഭയങ്കരമായിട്ട് ലേൺ ചെയ്യണം. അതായത് ഹെൽത്തി ബൗണ്ടറി കീപ്പ് ചെയ്യുക. ആ ഹെൽത്തി ബൗണ്ടറിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഈ നോ പറയാന്നുള്ളൊരു സാധനം. എന്നെഴുതി എല്ലാത്തിനും കാര്യം നോ പറയാനല്ല, പക്ഷേ നമ്മളെ വേദനിപ്പിച്ച് നമ്മളെ ഡിസ്കംഫേർട്ട് ആക്കിയിട്ട് മറ്റൊരാളെ സന്തോഷിപ്പിക്കാനോ അല്ലെ അവരെ കംഫേർട്ട് ആക്കാനോ നമ്മൾ ശ്രമിക്കാതിരിക്കുക.